PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട PSC എക്സാമാണ് 10th ലെവൽ പ്രിലിമിനറി എക്സാം. സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റൻ്റ് മുതലായ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ 10th ലെവൽ എക്സാം. ഡിസംബർ 28-നാണ് ആദ്യഘട്ടം 10th ലെവൽ എക്സാം നടക്കുന്നത്. തുടർന്ന് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പല സ്റ്റേജുകളിലായാണ് എക്സാം നടക്കുന്നത്. എന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ പരീക്ഷയുണ്ട് എന്ന രീതിയിൽ തന്നെ പഠനം ആരംഭിച്ചുകൊള്ളുക. ഇനിയുള്ള ദിവസങ്ങളിൽ കാട് കയറി പഠിക്കാതെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ സെലക്റ്റീവായി പഠിച്ച് എങ്ങനെ പ്രിലിംസ് എന്ന കടമ്പ കടക്കാമെന്ന് നോക്കാം. ഓരോ ടോപ്പിക്കുകളുടെയും ഹോട്ട് ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. LGS, കേരള ബാങ്ക്, OA തുടങ്ങിയ പരീക്ഷകൾ 10th പ്രിലിംസിൻ്റെ സിലബസുമായി സാദൃശ്യമുള്ള പരീക്ഷകളായിരുന്നു. ആ പരീക്ഷകൾക്ക് ചോദിച്ച ടോപ്പിക്കുകൾ വിശകലനം ചെയ്ത് ഇനിയുള്ള പരീക്ഷകൾക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള സെലക്റ്റീവായുള്ള ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ: ആദ്യത്തേത് പാരീസ് ഒളിമ്പിക്സ്, അതായത് 2024 നടന്ന ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചത്. അടുത്തത് നോബൽ പ്രൈസ് ആണ്. 2023-ലെയും 2024-ലെയും നോബൽ പ്രൈസുകൾ പരീക്ഷയ്ക്ക് പഠിച്ചു വയ്ക്കുക. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന പദവികൾ, അതുപോലെ പുതിയതായി കേന്ദ്ര മന്ത്രിസഭയും പഠിക്കുക. പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും, 2023-ലെയും 2024-ലെയും ഓരോ മാസത്തെയും പ്രധാന ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളും. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമായുള്ള ചാന്ദ്രയാൻ 3, അതുപോലെ പ്രഥമ സൗരദൗത്യമായുള്ള ആദിത്യ L1, ഭാരതരത്ന പുരസ്കാരങ്ങൾ, G20 ഉച്ചകോടി 2023. ഇന്ത്യയിൽ വെച്ചാണ് 2023-ലെ G20 ഉച്ചകോടി നടന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ കൃത്യമായി പഠിക്കുക. സൂചികകൾ: കേരള പുരസ്കാരം, കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ, മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ. ഇത്രയും ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും പഠിച്ചാൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തത് ജീവശാസ്ത്രം അഥവാ ബയോളജിയുടെ ഭാഗത്തു നിന്ന് രോഗങ്ങൾ, രോഗകാരികൾ. ഈ ഒരു ഭാഗത്തു നിന്ന് നിരവധി ചോദ്യങ്ങളാണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത്. വാക്സിനുകൾ, വിറ്റാമിനുകളും ധാതുക്കളും, ആരോഗ്യ ക്ഷേമ പദ്ധതികൾ, ഭക്ഷ്യ കാർഷിക വിളകൾ. അതിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തത് ഫിസിക്കൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി ഉൾപ്പെടുന്ന ഫിസിക്കൽ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് അയിരുകൾ, ധാതുക്കൾ, ആറ്റം, മൂലക വർഗീകരണം, ഊർജം, ശബ്ദം, പ്രകാശ പ്രതിഭാസങ്ങൾ എന്നീ ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റായി പഠിച്ചെടുക്കുക. അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സമരങ്ങളും, ജാലിയൻ വാലാബാഗ്, സംസ്ഥാന പുനഃസംഘടന, പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, നാട്ടുരാജ്യ സംയോജനം, വിദ്യാഭ്യാസവും ദേശീയതയും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ദേശീയതയും കലയും, വട്ടമേശ സമ്മേളനങ്ങൾ, അതുപോലെ ആനി ബസന്റ്, ക്യാപ്റ്റൻ ലക്ഷ്മി തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്കതിൽ ഫുൾ മാർക്ക് നേടാൻ കഴിയും. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നാണ്. ഭരണഘടനയിൽ നിന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, അതുപോലെ ഡോക്ടർ BR അംബേദ്കറും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പോയിന്റ്, മൗലിക അവകാശങ്ങളും മൗലിക കടമകളും, പാർലമെൻറ്റ്, തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിച്ചു വയ്ക്കുക. കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പഴശ്ശി വിപ്ലവം, ഐക്യ കേരള പ്രസ്ഥാനം, കേരള നവോത്ഥാനം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. കേരള ഹിസ്റ്ററിയൊക്കെ വളരെയധികം വെയിറ്റേജാണ് 10th പ്രിലിമിനറി പരീക്ഷയിൽ ഉൾക്കൊള്ളുന്നത്. കേരള ജോഗ്രഫിയുടെ ഭാഗത്തു നിന്ന് വിവിധ പദ്ധതികൾ, കേരളത്തിലെ നദികൾ, തീരപ്രദേശം, കായലുകൾ, അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണെങ്കിൽ ഉത്തരപർവ്വത മേഖല, അതായത് ഹിമാലയവും ഹിമാലയൻ നദികളും, ഉപദ്വീപീയ പീഠഭൂമിയും അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികളും, കിഴക്ക് പടിഞ്ഞാറ് തീരസമതലം, അതുപോലെ ഇരുമ്പുരുക്ക് ശാലകൾ. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. കാർഷിക വിളകൾ, പ്രധാനപ്പെട്ട ചുരങ്ങൾ, ദേശീയ ജലപാത.
അടുത്തത് മാത്സിൻ്റെ ഭാഗത്ത് നിന്ന് ലാഭശതമാനം, നഷ്ടശതമാനം, വയസ്സ്, വേഗത, ദൂരം, സമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ, ശ്രേണികൾ തുടങ്ങിയവയൊക്കെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റിലെയും ടോപ്പിക്കുകൾ പഠിച്ചാൽ ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് നേടി നിങ്ങൾക്ക് പ്രിലിംസ് എന്ന കടമ്പ കടക്കാനാവും. അറിയാമല്ലോ, എല്ലാവരും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രിലിംസിൻ്റെയൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നല്ല ഹൈ ലെവലിൽ പോവും. അപ്പോൾ ഇനിയുള്ള സമയം ഒരുപാട് വാരി വലിച്ച് പഠിക്കാതെ ഇതുപോലെ സെലക്റ്റീവായി പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകൾ പഠിച്ച് നിങ്ങൾക്ക് എങ്ങനെ പ്രിലിംസ് കടക്കാമെന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകളും അതിൻ്റെ പോയിൻറ്സുമായിട്ട് ക്ലാസ്സുകൾ ഉടനെ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്